ഈ അധ്യാപകന് വിരമിക്കാൻ 2 ദിവസം മാത്രമാണ് ശേഷിക്കുന്നത്. അതിനിടെയാണ് ഈ നടപടിയെടുത്തത്. ഈ സാഹചര്യം പരിഗണിച്ചാണ് സസ്പെൻഷൻ പിൻവലിക്കാൻ നിർദ്ദേശം നൽകിയതെന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതിൽ മുഖ്യമന്ത്രി വി ഡി സതീശനെ വിമർശിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഷെയർ ചെയ്ത ആറ്റിങ്ങൽ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ജവാദ് സുബൈറിനെയാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഇന്നലെ സസ്പെൻഡ് ചെയ്തത്. നമ്മൾ സൂചിപ്പിച്ചതുപോലെ 2 ദിവസം മാത്രമായിരുന്നു അദ്ദേഹത്തിന് വിരമിക്കാൻ ബാക്കിയുണ്ടായിരുന്നത്. അതിനിടെയാണ് സസ്പെൻഷൻ നടപടിയെത്തിയത്. മുഖ്യമന്ത്രിയുടെ ചിത്രം പരിഹാസപരമായി പങ്കുവച്ചെന്നും വിദ്യാർത്ഥികളിലും അധ്യാപകരിലും രാഷ്ട്രീയ ധ്രുവീകരണത്തിന് ശ്രമിച്ചെന്നുമായിരുന്നു സസ്പെൻഷൻ ഉത്തരവിലെ പരാമർശം. 24 ആയിരുന്നു ഈ വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്തത്. അതിനുശേഷം ഈ സംഭവം വിവാദമായി. ആ ചർച്ച പൊതുമണ്ഡലത്തിൽ തുടരുന്നതിനിടെയാണ് സ്കൂൾ പ്രിൻസിപ്പലിനെ സസ്പെൻഡ് ചെയ്ത നടപടി പിൻവലിക്കാൻ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വിഷയത്തിൽ മുഖ്യമന്ത്രിയോ ഓഫീസോ പരാതി നൽകിയിരുന്നില്ലെന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ വിശദീകരണം. പുറമേ നിന്നുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു സസ്പെൻഷൻ എന്ന് വ്യക്തമാക്കുന്നു. അത് മാത്രമല്ല, ഈ വിരമിക്കാൻ 2 ദിവസം മാത്രം ശേഷിക്കെ എന്ന കാര്യം കൂടി പരിഗണിച്ചു മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഈ സസ്പെൻഷൻ നടപടി പിൻവലിച്ചാൽ പോലും യൂത്ത് കോൺഗ്രസ് നേതാവ് ഈ അധ്യാപകനെതിരെ നൽകിയ പരാതിയിൽ ഇദ്ദേഹത്തിനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ആ കേസ് ഇപ്പോഴും നിലനിൽക്കുന്നതാണ് മനസ്സിലാക്കുന്നത്. എന്താണെങ്കിലും കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞത് ഇത് വിശദീകരിക്കുകയായിരുന്നു ചെയ്തത്. ഇങ്ങനെ പോസ്റ്റ് ഇടുന്ന ഒരാൾക്കെതിരെ പിന്നെ എന്ത് നടപടി സ്വീകരിക്കണം, പക്ഷെ അതൊരു KSRTC ജീവനക്കാരനാണ് ആ പോസ്റ്റ് അങ്ങനെ മുഖ്യമന്ത്രി പറഞ്ഞ അർത്ഥത്തിലെ പോസ്റ്റ് ഷെയർ ചെയ്തത്. അതിനുശേഷമാണ് മുഖ്യമന്ത്രി ഈ കാര്യങ്ങൾ പഠിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണെങ്കിലും ഈ നടപടി പിൻവലിക്കാൻ നിലവിൽ ഉത്തരവ് നൽകിയിട്ടുണ്ട്.